ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രഗത്ഭനായ ഒരു വയലിൻ വായനക്കാരനോട് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കളുണ്ടാക്കുന്ന വയലിനുകൾക്ക് ഇത്ര പ്രത്യേകത? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വയലിനുകളുടെ മേന്മയ്ക്കു കാരണം അതിൻ്റെ തടി കടഞ്ഞെടുത്ത മരങ്ങളുടേതാണ്. ഞാൻ കാട്ടിൽ ചെന്ന് ഒരു മരത്തെ വെട്ടിയെടുക്കുകയല്ല, അതിനുമപ്പുറം പോകും. എന്നിട്ട് മലയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മരത്തെ വെട്ടിയെടുക്കും. കൂട്ടത്തിൽ നിൽക്കാത്ത ഒറ്റയ്ക്കുള്ള മരം, ആ മരത്തിനാണ് ശക്തി കൂടുതൽ. ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് വളർന്ന മരങ്ങൾ, കാറ്റും കോളും ഇടിയും മഴയും വെയിലുമൊക്കെ ഒറ്റയ്ക്ക് നേരിട്ട് ഉള്ളിൽ ശക്തി പ്രാപിച്ച മരങ്ങൾ. ആ മരം പ്രതികൂലങ്ങളെ നേരിട്ടതും അതിജീവിച്ചതും ഒറ്റയ്ക്ക് തന്നെയാണ്. ആ മരം കൊണ്ട് വയലിനുണ്ടാക്കിയാൽ എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും അത് പൊട്ടുകയില്ല. നമ്മുടെ ജീവിതം വളർന്നു കയറുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് വളരുന്നതിനെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കും. ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് വളരുവാൻ സമയമെടുക്കും. അതിജീവിക്കുവാനും നേരിടുവാനും പ്രതികൂലങ്ങൾ അനവധിയാണ്. നമ്മെ ആരും കാണുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട. നമ്മെ വെച്ച് പദ്ധതിയിടുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ അത്രയ്ക്കും വലുതാണ്. നാം പാകമായി എന്ന് ബോധ്യമായാൽ ദൈവം തൻ്റെ കരങ്ങളിൽ എടുക്കും. മധുരനാദങ്ങൾ നമ്മിൽ നിന്നും പുറപ്പെടുന്ന കാലം മുന്നിലുണ്ട്. നീ ഒറ്റയ്ക്കാണോ? പ്രതീക്ഷയില്ലാത്ത സമൂഹം തഴഞ്ഞുകളഞ്ഞ ഒരു ജീവിതമാണോ നിൻ്റേത്? നിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണോ? പ്രതീക്ഷ കൈവിടരുത്. ദൈവം ആ സാഹചര്യങ്ങളിൽ നിന്നെ ആക്കിയിരിക്കുന്നതാണ്, നിന്നെ ബലപ്പെടുത്തുവാൻ, പുതിയ അതിജീവന ശക്തി നിന്നിൽ പകരുവാൻ. നിന്റെ ഉള്ളത്തെ അവൻ ശക്തീകരിക്കുകയാണ്. ഒരിക്കൽ നിന്നെ കടഞ്ഞെടുത്ത് ആ നാഥൻ തൻ്റെ തോളോട് ചേർത്തു വെച്ച് നിന്നെ മാനിക്കും. യെശയ്യാവ് 58:8. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിമ്പട ആയിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.